കുഞ്ഞപ്പോ ഓ ഒരു കാഴ്ച കണ്ട. കുഞ്ഞപ്പോ ഇപ്പൊ കേട്ടതിൽ കഴമ്പുണ്ടോ ഇല്ലയോ? സംഗതി കോളാണ്. കറവയും കുട്ടി അടക്കമാണല്ലോ കിട്ടിയത്. ഞാൻ പിടിച്ചോളാം. ചന്ദ്രേട്ടൻ വരണമെന്നില്ല. ആളുകൾ പറയുന്നു കേട്ടോ. ആളുകളെ പേടിച്ച് ജീവിക്കാനൊക്കോ? മോവാ ഇവളിങ്ങനെയൊക്കെ പറയും. ഞാൻ വരാം, നിങ്ങൾ വിളിക്കോ. വരണുണ്ട്. നേതാ, നിന്റെ ബലത്തിലാ ഞാൻ പറഞ്ഞത്. കുഞ്ഞപ്പ, എന്തോ ഒരു കാഴ്ച കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടോ. തിരിച്ചു ചോദിക്കണമെന്ന് മോഹമുള്ളവർ ഇപ്പൊ ചോദിക്കണം. രാത്രി പാത്രം പതുങ്ങി വന്നേക്കരുത്. പോയിക്കോട്ടെ. ആഹാ, രാജമ്മ ചേച്ചിയോ? ചേച്ചിയെ പിന്നെ കണ്ടേയില്ലല്ലോ ഇങ്ങോട്ട്. കടയിൽ ആള് വേണ്ടേ? ആഹാ, കുളി കഴിഞ്ഞ് സുന്ദരിയായി പൊട്ടൊക്കെ തൊട്ട് ഇരിക്കുകയാണ് എന്റെ മോള്. ഓ കരയല്ലേ എന്റെ പൊന്ന്, കരയല്ലേ. വല്യമ്മ ഒരു സാധനം തരാ എന്റെ മോക്ക്. കൈ നിറച്ച് കരിവള. എന്തിനാ ചേച്ചി ഇതൊക്കെ? എന്റെ പൊന്നിനാ അല്ലേ, എന്റെ തങ്കക്കുടത്തിന്. ആ എപ്പ ഓ ആ ഇനി കൈ. ആ അങ്ങനെ. മൂപ്പര് വന്നില്ലേ? ആരാ? ചന്ദ്രേട്ടനോ? വന്നു. മടുത്തിട്ടുണ്ടാവും ഞങ്ങളെ കൊണ്ട്. പാവം, നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാര് പറയണ എന്തിനാ? നിന്റെ അമ്മ പറയിപ്പിക്കണതാ. ഞാൻ എന്താണ് പറയിപ്പിക്കുന്നത്? തണ്ടും തടിയുള്ള ആണുങ്ങളെ കാണുമ്പോഴേ ചിലർക്ക് ഇരിക്കപ്പെടുന്നില്ലെന്നറിയാം. ആ ആശൊന്നും നടക്കില്ലടി. കൊച്ചമ്മേ, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. എന്റെ അറിയത്ത് വന്നിരുന്നു നീ പിന്നെ ആരോടാടി പറഞ്ഞേ? കടവത്ത് വന്നു പോണ ആണുങ്ങളെ കണ്ണും കൈയും കാണിക്കാൻ നീ അത്ര നേരുകാര്യൊന്നും ആവണ്ട. തള്ളേ, തോന്നിയാസം പറഞ്ഞ വയസ്സും പ്രായമൊന്നും ഞാൻ നോക്കില്ല. നീ എന്ത് ചെയ്യോടി? അമ്മയ്ക്കൊന്നും മിണ്ടായിരിക്കാവോ? എടി, എന്റെ കൊച്ചിന് എന്തിനാ അവളുടെ കയ്യിൽ കൊടുത്തത്? കൊല്ലുവിളി രാക്ഷസേ. അയ്യോ, എന്റെ കൊച്ചങ്ങ് തളർന്നു പോയി. ചേച്ചി, എന്ത് പറ്റിയുടെ മോനെ? പോട്ടയുടെ മോനെ. അയ്യോ കണ്ണ. മനുഷ്യന്മാരായ നന്ദി വേണം, നന്ദി. ചത്താലും ജനിച്ചാലും അവളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ തിരിഞ്ഞു നോക്കാൻ? ഓ, അവളില്ലെങ്കിൽ ഞങ്ങളോട് ഇന്ന് കൂരി പൊളിച്ചു പോയേനെ. അവൾ ആരാ മോളെന്നറിയാമോ? അറിയാം, മറ്റു പലരെക്കാളും ഭേദമാണ് അവള്. കേട്ടോടി, ഈരിയും പാമ്പും പോലെ ഇരുന്നതാ. ഇപ്പൊ കണ്ട അങ്ങനെയാ മിടുക്കുള്ള പെൺകുട്ടോളൂ. അസത്ത് നാശം പിടിച്ചത് എന്റെ വയറ്റ് ജനിച്ചുള്ളു. അവളുടെ ഒരു സോപ്പും പൗഡറും നാശിച്ചവള് വരട്ടെ കോട്ട്. അവൾ എന്നോടെ കളിക്കുന്നതല്ലേ? ആ തള്ള എന്റെ അടുത്ത് വരാതിരിക്കില്ല. തുപ്പം ഞാൻ അവരുടെ മുഖത്ത് നോക്കി. കള്ളക്കരച്ചില്. നിന്റെ ആരാടി ചത്തേ? നീ എന്തിനാ വലിഞ്ഞേറി പോയതങ്ങോട്ട്? വേറെ ആരെയും കാണാനല്ല, ആരെയും വലവീശി പിടിക്കാനല്ല. ആ കുഞ്ഞുങ്ങളെ കണ്ട എന്റെ മനസ്സലിഞ്ഞു പോ. നിന്റെ പഴയ സ്വഭാവം നല്ലത്. ഈ കണ്ണീരും കൈയൊന്നും നിനക്ക് ചേർച്ചയല്ല. എല്ലാം മാറ്റിയെടുക്കല്ലേ? ആര്? ഇയാള്. ഞാനോ? ഞാനൊരു പെണ്ണ. ഒരാണിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ, തല്ലുകൊള്ളാൻ, വെച്ചു വിളമ്പാൻ. തിരിച്ചു പോകുമ്പോ
എന്നെയും കൊണ്ടുപോവോ? പഴയ സൂക്കേട് വീണ്ടും തുടങ്ങിയോ? പ്രേമം, എനിക്ക് പ്രേമം എന്ന് കേൾക്കുന്നതേ കലിയ. എന്നോടും? നീ ആരാ, ശീലാവതിയോ? അനിയൻ ഉറങ്ങിയില്ലേ? തിരിച്ചു പോകാറായപ്പോ എന്താ മനസ്സ് കൊളുത്തിരിക്കുന്നത്? ഒന്നുമില്ല. നാട്ടിലേക്ക് എന്ന് പോകും? ഒരാഴ്ചക്കുള്ളിൽ. ഇനിയും നീളണ്ട. ഞാൻ പറഞ്ഞില്ലേ, വൈകും തോറും പെട്ടുപോകും. എന്നെ കണ്ടില്ലേ, വയനാട്ടിൽ ഒരു പെങ്ങള് താമസിക്കുന്നുണ്ട്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കും. അവിടെ വീട്ടിലൊരാളില്ല. അളിയും പട്ടാളത്തിലാ. എന്നാലും പോവാൻ തോന്നുന്നില്ല. ചത്ത വരെ ഒരുത്തനും ഇവിടെ തിരിഞ്ഞു നോക്കില്ല. നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളൊന്നുമില്ലേ? മറന്നത് അതൊരു കാര്യമാ. എന്നും 25 വയസ്സായിരിക്കും എന്നാ കരുതിയത്. അല്ല, ഇപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോക്കൂന്നല്ല. വല്ലയിടത്തും കിടന്ന് ചത്ത് നാറിയ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനെങ്കിലും വലിച്ചു കുഴിച്ചു മൂടല്ലോ. ഇനിയിപ്പോ ടൗണിൽ നിന്ന് മുനിസിപ്പാലിറ്റിക്കാർ വരണം. അതും അവർക്ക് തോന്നിയാൽ. കിടന്നോ കിടന്നോ, അതൊന്നും ആലോചിച്ചാൽ ഉറക്കം വരില്ല. ആ ആ. ചേച്ചി, മോളിക്കുട്ടി, മോളിക്കുട്ടി. അയ്യോ പാവം, പേടിച്ചു പോയി. ഞാൻ പേടിച്ചൊന്നുമില്ല. ആഹാ, ആ പിന്നെ ചേച്ചി എന്തേ? എല്ലാരും പള്ളിയിൽ പോയിരിക്കുക. ആ, ഇറച്ചി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പോവാ. ഇത്തിരി കഴിഞ്ഞു പോവാ. മോളിക്കുട്ടി, എടാ പട്ടി, രമേശ, എന്താടാ കിടന്ന് ഓടുന്നത്? എടാ, എന്താടാ കിടന്ന് ഓടുന്നതെന്ന്? രമേശ, എന്താ ഉണ്ടായി? അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, കണ്ട ചെക്കന്മാരെ ഒന്നും അകത്ത് കയറ്റരുതെന്ന്. പോകുന്നുണ്ടോ അപ്പുറത്ത്? രമേശ, രമേശ, നീ ഒന്നും കഴിക്കുന്നില്ലേ? എന്തു പറ്റി എന്റെ മോന്? ഒന്നുമില്ല. പിന്നെ നീ എന്താ വല്ലാതിരിക്കുന്നേ? ഞാനിനി മുതലാളിയുടെ അവിടെ ജോലിക്ക് പോണില്ല. എന്തു പറ്റി? ഒന്നുമില്ല, എനിക്കിഷ്ടല്ല. ഇവളെ കൊല്ലണ്ട, ഇവളെ. ഞാൻ എന്ത് ചെയ്യാനാ? അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് നിന്നോടാരാ പറഞ്ഞേ? പള്ളി പോയപ്പോ അവളെ കൂടെ കൊണ്ടുപോകാറില്ലേ? അതാ ഇപ്പൊ കുറ്റം.
വരണില്ല എന്ന് പറഞ്ഞാൽ തല്ലി കൊണ്ടുപോകാൻ പറ്റുമോ? പ്രായമായ ഒരു പെണ്ണ, എല്ലാരും ശ്രദ്ധിക്കേണ്ടതാ. നിനക്കാൻ കിട്ടാൻ പോകുന്നേ അവൾ ന്യായം പറഞ്ഞു കേട്ടില്ലേ? അവളോട് തട്ടിക്കയറിയിട്ട് എന്താ കാര്യം? അവൾ പറയുന്നത് സത്യമല്ലേ? നിനക്ക് ഇവിടെ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ എവിടെയാ നേരം? എനിക്ക് പണിക്ക് പോണ്ടേ? 19 പേര് നിത്യവും പണിയുന്നതാ. ഓ, നീ അവിടെ പെറ്റ് കിടന്നില്ലേ? ഈ പണി നടക്കേല. രാത്രിയിൽ എന്താ പണി? മണലെടുക്കുന്നോ? ഒന്നും അറിയാഞ്ഞിട്ടല്ല, മൂത്തോര് കാണിച്ചു കൊടുക്കണല്ലേ താഴെയുള്ളവര് പഠിക്കണേ. അപ്പനും വലിയ കാര്യമൊന്നും പറയണ്ട, എനിക്കറിയാം ചിലതൊക്കെ. വെറുതെ നമ്മൾ തമ്മിൽ ചെളികാരി അറിയാണ്ട് ഇതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കും. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. പെണ്ണിനെ കെട്ടിച്ചുവിടാൻ നോക്ക്, അല്ലാതെ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കാനാ. നീ എന്താടി പറഞ്ഞു വരുന്നത്? അവനെ വെറുതെ വിടാനോ? എങ്കിൽ സണ്ണിച്ച മേപ്പള്ളി കൊച്ചോടെ മോനല്ല. അപ്പൊ നമ്മുടെ പെണ്ണിന്റെ ഭാവി? അവളുടെ ഭാവിക്ക് ഒരു കുഴപ്പവുമില്ല. മേപ്പുള്ളി കൊച്ചുവർക്കോടും മക്കളോടും കളിച്ചാ ആ കളി തലതെറിക്കുന്ന കളിയാ. അത് അറിയിച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്നാ ഉറക്കളക്കാണ്ട് പോയി കിടക്ക്. പടി. കുഞ്ഞപ്പേട്ട ഒരു പണം. അപ്പൊ രമേശനോ? അടിയിലാണ്. രസിക്കാതെ ഒന്ന് പിടിച്ചു മാറ്റടാ. പിടിച്ചു മാറ്റാനൊന്നും പോണ്ട. കണ്ടെന്ന് രസിക്കാതെ ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റടാ. ഇനി ആ പയ്യൻ തല്ലരുത് മാത്രമാണ് പറയുന്നത്. ഒരാൾ തുറക്കരുത്. എന്തിനായി പാവം ചെക്കൻ ഇങ്ങനെ തല്ലുന്നേ? നീ ആണോ ചോദിക്കാൻ? ആരും ആയിട്ടല്ല, കണ്ടിട്ട് സഹിക്കണില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ സമാധാനം ഉണ്ടാക്കാം. കാര്യം എന്താന്ന് പറ. പറയാൻ മനസ്സിലാക്കല്ലോ. എന്നാ ഇനി ഇവനെ തൊടാനും പറ്റില്ല. വിലകാ അടിയവനെ.
അത്രയും തല്ലി ചതച്ചിട്ട് ഒരുത്തരും ഇല്ലടാ ഇവിടെ ചോദിക്കാൻ. എന്റെ ചോറ് തിന്നുന്ന ഒരു പട്ടിയില്ലടാ ഈ നാട്ടില്. തിന്നണ ചോറിന് നന്ദി കാണിക്കുന്ന പട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഒരുത്തനുമില്ലടാ, ചന്ദ്രു ഒറ്റയ്ക്ക. ധൈര്യമുള്ളവരുണ്ട്, ഇറങ്ങി വാടാ. പിന്നീന്ന് കുത്തിയവനെ തട്ടിയിട്ടേ ചന്ദ്രു ചാകൂ. അത് ഓർത്തിട്ട് വന്നാ മതി.